കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ മലയാളിയാണ് നാഗദാസ്. അദ്ദേഹത്തിന് 64 വയസ്സുണ്ട്. എന്നാൽ പലപ്പോഴും ഈ അക്കാദമികൾ വിവാദ സംഭരണ കേന്ദ്രങ്ങളായിട്ട് വരാറുണ്ടല്ലോ. അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കൈകാര്യം ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് കേന്ദ്ര ലളിതകലാ അക്കാദമി. ഈ നാഗദാസ് അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം പുറത്തേക്കുള്ള വഴിയിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം പാലക്കാട് കണ്ണാടി സ്വദേശിയാണ്. പാലക്കാട്ടൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വേലായുധൻ ബധിരനും മൂകനുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യത്തിലൊക്കെ വളർന്നൊരാളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കോളേജിലൊന്നും പോകാനുള്ള മാർക്കോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു പാരലൽ കോളേജിൽ പോയി അവിടുത്തെ ഒരു ടീച്ചറാണ്. തിരുവനന്തപുരത്തൊരു ഫൈൻ ആർട്സ് കോളേജുണ്ട്, അവിടെ പോയി പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അദ്ദേഹം ശാന്തിനികേതനിൽ ചിത്രകല അഭ്യസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം റായ്പൂരിൽ നിന്ന് 120 കിലോമീറ്റർ അകലെ ഭൈറാഘട്ട് ഇന്ദിര കലാസംഗീത് വിശ്വവിദ്യാലയ, അവിടെ ഗ്രാഫിക്സ് വിഷ്വൽ ആർട്സിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിരുന്നു. അവിടെ പ്രൊഫസറായിരുന്നു, ഡീനായിരുന്നു. അവിടെ നിന്ന് ആണ് അദ്ദേഹം കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാനായിട്ടൊക്കെ നിയമിതനാകുന്നത്. അദ്ദേഹം ഈ പ്രൊഫഷണലി ക്വാളിഫൈഡായ ഒരാളാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2023 കഴിഞ്ഞ കൊല്ലം മാർച്ച് 13-ന് 3 കൊല്ലത്തേക്കാണ് അദ്ദേഹത്തിനെ നിയമിക്കുന്നത് കേന്ദ്ര സാംസ്കാരിക വകുപ്പാണ്. അപ്പോൾ സാംസ്കാരിക വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അദ്ദേഹം സാംസ്കാരിക വകുപ്പ് അദ്ദേഹത്തിന് അയക്കുന്ന കുറിപ്പുകൾക്കൊന്നും അദ്ദേഹം മറുപടി കൊടുക്കുന്നില്ല എന്നാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇനി നിയമനം, അച്ചടക്ക നടപടി, സ്ഥലം മാറ്റങ്ങൾ, സാമ്പത്തിക തീരുമാനങ്ങൾ ഒന്നും ഈ നാഗദാസ് എടുക്കരുത് എന്നാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ അത് സാംസ്കാരിക വകുപ്പിനോടൊക്കെ ചോദിച്ചിട്ട് വേണം. ഇങ്ങനെ ഒരു പരാതി അയച്ചു കഴിഞ്ഞാൽ, പരാതി അയച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ജോലി ചെയ്യാൻ ഇനി കഴിയുകയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും നല്ലത് രാജിവെച്ച് പോവുക എന്നുള്ളതാണ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇത് അദ്ദേഹത്തിന് അയച്ചിരിക്കുന്ന കൊടുത്തിരിക്കുന്ന നോട്ടീസ് ലളിതകലാ അക്കാദമി ചട്ടത്തിലെ 19(1) വകുപ്പ് അനുസരിച്ചിട്ടാണ്. മുൻപ് ഈ ചെയർമാനെ പറ്റി, നാഗദാസിനെ പറ്റി ഒരു പരാതി സാംസ്കാരിക വകുപ്പിന് കിട്ടിയിരുന്നു, കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കിട്ടിയിരുന്നു. ആ പരാതി വിശദീകരണം ചോദിച്ച് നാഗദാസിന് അയച്ചു കൊടുത്തിരുന്നു. പക്ഷെ നാഗദാസ് ആ പരാതിക്ക് വിശദീകരണം കൊടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറി സുമൻ ഭാര അയച്ച കത്തിൽ നാഗദാസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് അയക്കുന്ന ഈ കത്തുകൾക്ക്, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്കയച്ച നിങ്ങളെ സംബന്ധിച്ചൊരു പരാതിക്ക് നിങ്ങൾ വിശദീകരണം നൽകാത്തത് എന്നതിൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്ത അവസ്ഥ, അതായത് ഈ അക്കാദമി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, ആ അവസ്ഥയിലാണ് നിങ്ങൾ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ ചെയർമാനെ നാഗദാസിനെ ഇപ്പോൾ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. 2018 മുതൽ 3 വർഷം അവിടെ മുംബൈയിൽ നിന്നുള്ള ശില്പി ഉത്തം പാച്ചർനെ എന്ന് പറഞ്ഞ ആളായിരുന്നു ചെയർമാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്
ഈ നാഗദാസ് അവിടെ വരുന്നത്. നാഗദാസിനെ സംബന്ധിച്ചിട്ടുള്ള ആ പരാതി, സാധാരണ ഇത്തരം അക്കാദമികളിൽ പലതരം പരാതികൾ ഉണ്ടാവാം, അത് പലതരം പീഡന കേസുകളും ഒക്കെ ആകാം പരാതികൾ. പക്ഷേ ഈ പ്രത്യേകിച്ച് ഈ സാംസ്കാരിക വകുപ്പ് അണ്ടർ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള നാഗദാസിനെ പറ്റിയിട്ടുള്ള പരാതി എന്താണ് എന്ന് കൃത്യമായി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അക്കാദമി ഒരു തീരുമാനമെടുത്തിരുന്നു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് രാമൻ തത്വചിന്തകനും ഒരു മനുഷ്യനും എന്ന വിഷയം വച്ചിട്ട് അവിടെ ഒരു ചിത്രകല ക്യാമ്പ് ഈ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ പ്രാണപ്രതിഷ്ഠയുടെ കാലത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഗാനമേളകൾ, സംഗീത കച്ചേരികൾ, നൃത്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. ധാരാളം കലാപ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. വലിയ വലിയ കലാകാരന്മാരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ലളിതകലാ അക്കാദമിയെ ഏൽപ്പിച്ച ദൗത്യം അവിടെ ചെയ്തില്ല. അപ്പോൾ നാഗദാസ് പറഞ്ഞിരുന്നത് അതിന് ഫണ്ടില്ല എന്നാണ് ഇതിലൊക്കെ കാണുന്നത്. അതിനെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നോ പരാതി എന്നുള്ളത് നമുക്കറിയില്ല. ആ പരാതി വേറെന്തെങ്കിലും സ്വഭാവമുള്ള കുറച്ചുകൂടി ഗൗരവമുള്ളതാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനൊരു സംഭവം അദ്ദേഹം നടത്തിയിട്ടില്ല. അതേ സംബന്ധിച്ചും പരാതി ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ലളിതകലാ അക്കാദമിയെ പറ്റി മുമ്പും പരാതികൾ ഉണ്ടായിട്ടുണ്ട്. 2017 നിരന്തരം പരാതികൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് MF ഹുസൈൻ്റെ കുറേ ചിത്രങ്ങൾ കാണാതായതായിട്ടും പരാതികൾ ഉണ്ടായിരുന്നു. MF ഹുസൈൻ്റെ ഒരു ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ പല കോടികൾ വരുന്നതാണ്. 5 6 കോടിയോ അതിനപ്പുറമോ ഒക്കെയാണ്. ഞാൻ പറഞ്ഞത് മിനിമം 5-6 കോടി ഒരു ചിത്രത്തിന് വരുന്നതാണ്. അത്തരം പല ചിത്രങ്ങൾ അവിടെ നിന്ന് കാണാതായ സംഭവമൊക്കെ 2017 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ ഈ പ്രതികരണത്തിനൊന്നും ഈ നാഗദാസിനെ ഇപ്പോൾ കിട്ടുന്നതായിട്ട് അറിയുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഉണ്ടോ അക്കാദമിയിലുണ്ടോ എന്ന് തന്നെ വ്യക്തമല്ല. എന്തായാലും ഒരു മലയാളി അവിടെ ഒരു അക്കാദമിയുടെ തലപ്പത്തെത്തിയിട്ട് ഇപ്പോൾ കഷ്ടമായ അവസ്ഥയിലാണ്. അദ്ദേഹം ഏത് നിമിഷവും ഇനി ഇപ്പോൾ കിട്ടിയിട്ടുള്ള നോട്ടീസിന് കൂടി മറുപടി കൊടുക്കുന്നില്ല എങ്കിൽ പുറത്താക്കപ്പെടാം. അങ്ങനെ പുറത്താക്കാനായിട്ട് സത്യത്തിൽ വ്യവസ്ഥയില്ല. കാരണം അക്കാദമികൾക്ക് ഓട്ടോണമി ഉണ്ട്. മോദി 10 കൊല്ലം ഭരിച്ചിട്ടും കേന്ദ്രത്തിലുള്ള ഈ സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, ഈ ലളിതകലാ അക്കാദമി ഇതൊന്നും പിടിച്ചടക്കാനുള്ള ഒരു ശ്രമവും ഈ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഈ അക്കാദമികൾ സംബന്ധിച്ച നിയമങ്ങൾ ഭേദഗതി ചെയ്താൽ തന്നെ അത്യാവശ്യമൊക്കെ അവിടെ BJPക്ക് സ്വാധീനം വളർത്താൻ കഴിയുമായിരുന്നു. പക്ഷേ നമ്മൾ നോക്കുക, കേന്ദ്ര സാഹിത്യ അക്കാദമിയിലൊക്കെ ഇപ്പോഴും പ്രഭാവർമ്മയും KP രാമനുണ്ണിയും പോലുള്ള ആളുകളാണ് ഭരിക്കുന്നത്. C രാധാകൃഷ്ണൻ കഴിഞ്ഞ കൊല്ലം പോയി മത്സരിച്ച് തോറ്റിരുന്നു ഒരു സ്ഥാനത്തേക്ക്. പക്ഷേ ഇപ്പോഴും കേന്ദ്ര അക്കാദമികളിലൊക്കെ ഈ ഇടത് പക്ഷ ഈ കപടമതേതര ആളുകളാണ് വന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അക്കാദമികളിലൊന്നും BJPക്ക് സ്വാധീനമില്ല. അക്കാദമികളിലൊന്നും വലിയ ഇടപെടൽ നടത്താനും പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നാഗദാസിനെ നിങ്ങൾ പ്രത്യേകിച്ച് അവിടെ തീരുമാനമൊന്നും എടുക്കേണ്ടതില്ല, ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കണ്ട, സാമ്പത്തികപരമായ തീരുമാനങ്ങളും എടുക്കണ്ട, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ഭരണം ശരിയല്ല എന്ന് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് കേരളത്തിൽ ആക്കാത്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ ഇവിടെ ഉള്ള കപടമതേതര മാധ്യമങ്ങൾക്ക് ഇത് മോദിക്ക് മേൽ മെക്കിട്ട് കയറാനുള്ള ഒരു വാർത്തയായിട്ട് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഇനി അവർ ഉപയോഗിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.